എങ്ങനെയാണ് യഥാർത്ഥമായ പ്രാർത്ഥന അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുക? തിരക്കിട്ടൊരു ജീവിതത്തിലാണ് നമ്മൾ. നിരന്തരം നേരിടുന്ന പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടങ്ങൾ, അവയ്ക്കിടയിൽ സ്വസ്ഥമായിരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ശാന്തത എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഹൃദയം എങ്ങനെയാണ് സമാധാനത്തിൽ എത്തിച്ചേരുന്നത്? നിയന്താവായ ഒരുവന്റെ മടിയിലാണ് നമ്മളെന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേരാൻ അത്ര എളുപ്പമൊന്നുമല്ല. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയ ചാനലിലേക്ക് അവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. സമാധാനം തേടിയാണ് നമ്മുടെ യാത്രയൊക്കെ. ജീവിതത്തിൽ എപ്പോഴും കട്ടതകളും ഞെരുക്കങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ നിറഞ്ഞ് നിരന്തരം നമ്മെ ശല്യം ചെയ്യുകയും സമ്മർദ്ദപ്പെടുത്തുകയും ചെയ്യും. ജീവിതാവശ്യങ്ങളൊക്കെ സമ്മർദ്ദമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. ഒന്നിനെയും അവഗണിക്കാൻ സാധ്യമല്ല. ഇവരൊക്കെ പ്രാർത്ഥിച്ച് പരിഹരിക്കാമെന്ന ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ടാകരുത്. കാരണം പ്രവർത്തിച്ചിട്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. ചിലരൊക്കെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ പ്രാർത്ഥന തന്നെയാണ് പ്രവൃത്തി. ഇപ്പൊ ജീവിതത്തിൽ പ്രാർത്ഥന എങ്ങനെയായിത്തീരണമെന്ന് ചോദിച്ചാൽ അത് ദൈവസന്നിധിയിൽ സമാധാനം കണ്ടെത്തുന്ന ഒന്നായിട്ട് മാറണം. സങ്കീർത്തനം 46:10 പറയാണ്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ശാന്തമാകാൻ നമുക്ക് കഴിയണം. നമ്മുടെ മനസ്സൊരിക്കലും ശാന്തമല്ല. 100 പ്രക്ഷുബ്ധതകളാണ് നിരന്തരം മനസ്സിനെ നേരിടുന്നത്. ജീവിത പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ബന്ധങ്ങളിലുള്ള അപജയമുണ്ട്, അസ്വസ്ഥതകളുണ്ട്, നാം വ്യക്തിപരമായി അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ, സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഇവയെല്ലാം നമ്മെ ഭരിക്കുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോവുക. അവിടെ സമാധാനം കണ്ടെത്തുന്നത് എവിടെയാണ്? ദൈവത്തിൽ മാത്രമാണ് സമാധാനം കണ്ടെത്താൻ പറ്റുക. കാരണം ക്രിസ്തുവിലാണ് സമാധാനം സ്ഥാപിക്കപ്പെടുന്നത്. അവൻ നമ്മുടെ സമാധാനമാണ്. ശത്രുതല മതിലുകൾ തകർത്ത് ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുന്നു. ദൈവത്തെയും മനുഷ്യനെയും ഒന്നിപ്പിക്കുന്ന ക്രിസ്തുവിലാണ്. യേശുവിൽ അങ്ങനെ നമുക്ക് സ്വസ്ഥരാകാൻ കഴിയണം, സമാധാനപൂർണ്ണം ജീവിക്കാൻ കഴിയണം. ജീവിത പ്രതിസന്ധികളും ആവശ്യങ്ങളുടെ സമ്മർദ്ദങ്ങളും ഒക്കെ നിരന്തരം നമ്മെ ശല്യപ്പെടുത്തുമ്പോഴും അവയിലൊന്നും ആടി ഉലഞ്ഞു പോകാതിരിക്കണമെങ്കിൽ ക്രിസ്തുവിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റണം. പ്രാർത്ഥന അതിനുള്ള ഇടമാണ്. കാര്യങ്ങൾ കാണാനുള്ള ഇടമാണ് പ്രാർത്ഥന എന്നതൊരു തെറ്റിദ്ധാരണയാണ്. അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഏറ്റവും താഴ്ന്ന പടിയാണ്. ആവശ്യങ്ങൾക്കൊന്നും വേണ്ടി അല്ലെങ്കിൽ എന്തിനു പ്രാർത്ഥിക്കണം എന്നൊക്കെ ചോദിക്കുന്നവർ വിശ്വാസികളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രാർത്ഥിക്കുന്നത് കാര്യം കാണാനെന്ന ബോധ്യത്തോടെ 100 ഇടങ്ങളിലേക്ക് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും തേടിയുള്ള യാത്ര അവസാനിക്കുന്നില്ല. കാരണം അതൊന്നും പ്രാർത്ഥനയല്ല. അതെല്ലാം ആവശ്യങ്ങൾ നേടാനുള്ള ഒരു അധ്വാനത്തിന്റെ മാർഗം മാത്രമാണ്. സാമാന്യ ഭാവത്ത് മാറ്റിയിട്ട് വേറൊരു തലത്തിലേക്ക് വരുന്നു. അധ്വാനിച്ച് നേടാൻ കഴിയാതെ വരുമ്പോൾ അധ്വാനിക്കാതെ നേടാൻ വഴിയുണ്ടോ എന്ന് നോക്കുന്നു. അതും ഒരു അധ്വാനം തന്നെയാണ്, നെട്ടോട്ടങ്ങളാണ്. അതൊന്നും സ്വസ്ഥത തരുന്ന കാര്യമല്ല. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യം നേടിക്കഴിഞ്ഞാൽ നമ്മൾ സ്വസ്ഥരാകുമെന്നോ ഹൃദയം സമാധാനത്തിലാകുമെന്നോ കരുതേണ്ടതില്ല. ആവശ്യങ്ങളൊന്നും നേടിക്കഴിയുമ്പോൾ വേറൊന്ന് വരും. ആവശ്യങ്ങൾ നിരന്തരതയിലുള്ളതാണ്, എപ്പോഴും നമ്മെ വേട്ടയാടുന്നതാണ്. ജീവിക്കുന്ന ഓരോ നിമിഷവും ഈ ആവശ്യങ്ങൾ ഉയർന്നു വരും. സാമൂഹ്യമായ ബന്ധങ്ങളിലെ അപജയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിരന്തരം വരും. കാരണം ഇതൊന്നും വിട്ടുപോകുന്നില്ല. അതിവിടെ ജീവിക്കുന്ന കാലത്തോളം നമുക്ക് ദൈവം നൽകുന്നത് അവയിലൂടെയെല്ലാം ദൈവത്തെ തിരിച്ചറിയാനാണ്. ഓരോ ജീവിത സന്ദർഭങ്ങളും ആവശ്യങ്ങളും ദൈവത്തെ തിരിച്ചറിയാനും ദൈവത്തിൽ സമാധാനം കണ്ടെത്താനുള്ള ഇടമായിട്ട് മാറണം. ജീവിതാവശ്യങ്ങൾ നേടിയെടുക്കുക എന്നതല്ല പ്രാർത്ഥനയുടെ ലക്ഷ്യം. ജീവിതാവശ്യങ്ങളുടെ സമ്മർദ്ദത്തിനകത്ത് സമ്മർദ്ദപ്പെടാത്തൊരു ഹൃദയത്തോടെ ദൈവത്തിന് ആശ്രയബോധത്തോടെ നമുക്ക് സ്വസ്ഥമായിരിക്കാൻ കഴിയലാണ്. പ്രാർത്ഥന നമുക്ക് നൽകേണ്ടത് സ്വാസ്ഥ്യമാണ്, ഹൃദയത്തിന്റെ സമാധാനമാണ്. ഈ സമാധാനത്തിൽ എത്തിച്ചേരാൻ കഴിയാതെ പോകുന്ന എന്തുകൊണ്ടാണ്? നമ്മളിപ്പോഴും മുടക്കിക്കിടക്കുന്ന ആവശ്യങ്ങളിലാണ്, ദൈവത്തിലല്ല. ദൈവത്തിന്റെ സന്നിധിയിലാണ് എന്ന ബോധ്യം പലപ്പോഴും നമുക്കില്ല എന്ന് വേണം കരുതാൻ. പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ദൈവസന്നിധിയിലല്ല, ആവശ്യങ്ങളുടെ സന്നിധിയിലാണ്. ഈ ആവശ്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് ഫ്രീ ആകാൻ കഴിഞ്ഞിട്ടില്ല, സ്വസ്ഥരാകാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാറ്റിനെയും ഉടയവനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തിന്റെ നിയന്താവായ ഒരുവന്റെ മുമ്പിൽ സ്വസ്ഥമായിരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. പണിയെല്ലാം ഏൽപ്പിച്ചത്, ഈ വഴിയിലൂടെ എല്ലാം നമ്മെ നടത്തുന്നത് ഈ ദൈവമാണ്. ഈ ആവശ്യങ്ങളും സമ്മർദ്ദങ്ങളൊക്കെ വെച്ചിട്ടുള്ള ദൈവമാണ്. എന്തിനാണ്? ഇവരൊക്കെ നമ്മൾ നശിച്ചു പോകാനോ വ്യാകുലപ്പെടാനോ അസ്വസ്ഥരാകാനോ തകർന്നു പോകാനോ വേണ്ടിയല്ല. അവയ്ക്കകത്തൊക്കെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന ബോധ്യത്തിൽ നിരാശ്രയത്വത്തിൽ നിന്ന് മോചിതനായി ദൈവാശ്രയത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ്. ആ ദൈവാശ്രയത്തിനകത്ത് സമാധാനം കണ്ടെത്തുകയും ദൈവത്തിന്റെ പ്രകാശത്തിൽ ഇവയെല്ലാം തിരിച്ചറിയാൻ കഴിയുകയും ചെയ്യുന്നതിന്റെ പേരാണ് പ്രാർത്ഥന. ജീവിതാവശ്യങ്ങളെ ആയാലും ജീവിത സന്ദർഭങ്ങളെ ആയാലും തിരിച്ചറിയാനും അർത്ഥം മനസ്സിലാക്കാനും ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമായ ദൈവത്തിലേക്ക് ഹൃദയം അർപ്പിക്കാനും നമുക്ക് കഴിയേണ്ടതിനാണ് പ്രാർത്ഥന. പ്രാർത്ഥന ഇപ്പോ ഉപയോഗിക്കപ്പെടുന്ന അങ്ങനെയല്ല.
അതിന് അർത്ഥതലങ്ങൾ മാറിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് കാര്യം കാണാൻ വേണ്ടി ഓട്ടമായിട്ട് മാറുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുക എന്ന തെറ്റിദ്ധാരണയിലുടക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും തേടിയുള്ള യാത്ര ഒരു അധ്വാനം തന്നെയാണ്. അങ്ങനെ നമ്മൾ അസ്വസ്ഥത കൂട്ടിക്കൊണ്ടിരിക്കുക. ക്രിസ്തുവാണ് സമാധാനമെന്നും തൃപ്തിയെന്നും അവനാണ് സമ്പൂർണ്ണതയെന്നും മനസ്സുറയ്ക്കുമ്പോൾ ഹൃദയം സമാധാനത്തിലാവണം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളും വ്യാകുലങ്ങളും സാമൂഹ്യമായ സമ്മർദ്ദങ്ങളും ഒക്കെ വന്ന് നിങ്ങളെ അലട്ടും. അങ്ങനെ അലട്ടുന്ന ഈ അലട്ടലുകൾക്കകത്ത് സ്വസ്ഥമായിരിക്കാൻ കഴിയണമെങ്കിൽ എങ്ങനെയാണ്? ഇവയെല്ലാം എന്താണെന്ന് തിരിച്ചറിവുണ്ടാകണം. ആ തിരിച്ചറിവാണ് പ്രാർത്ഥനയിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. ഒരു ജീവിതാവശ്യം നമ്മൾ മുമ്പിലേക്ക് വരുമ്പോൾ ഈ ആവശ്യമാണ് പരമപ്രധാനമെന്ന് കരുതി ആവശ്യത്തിൽ നമ്മൾ മുഴുകുമ്പോൾ അത് നമ്മളെ സമ്മർദ്ദപ്പെടുത്തും. ഈ ആവശ്യത്തിന്റെ പിന്നിൽ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ ആവശ്യം നമ്മോട് പറയുന്നത് എന്താണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ദൈവാനുഭവം ഉണ്ടാകുക. നമുക്ക് വിശക്കുന്നു, വിശപ്പ് ഒരു അനുഭവമാണ്, തള്ളിക്കളയാൻ പറ്റാത്തൊരു കാര്യമാണ്, എല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ്. അതിന് പണമുള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ ഏതെങ്കിലും തരത്തിൽ ഉന്നതരെന്നോ സാധുക്കളൊന്നോ ഇല്ല, അറിവുള്ളവരെന്നും അറിവില്ലാത്തവരെന്നും ഇല്ല. എല്ലാവർക്കും വിശപ്പുണ്ട്. വിശപ്പൊരു സമ്മർദ്ദം ചെലുത്തും, ശരീരം ആവശ്യപ്പെടും ഭക്ഷണം. ഈ സമയത്ത് പ്രാർത്ഥന നമ്മെ സഹായിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? പ്രാർത്ഥന നമ്മെ സഹായിക്കേണ്ടത് അതിലൂടെ ദൈവം എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടിയാണ്. ദൈവം നമ്മോട് പറയുന്നത് വിശപ്പ് എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്, മനുഷ്യത്വത്തിന്റെ നിസ്സാരതയെക്കുറിച്ചാണ്, നമ്മുടെ ബലഹീനമായ നിലനിൽപ്പിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ നിത്യജീവന്റെ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കണം. നിത്യജീവന്റെ അപ്പം എങ്ങനെയാണ് ലഭിക്കുക? നിത്യജീവന്റെ അപ്പം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക? അത് മറ്റുള്ളവരുടെ വിശപ്പ് തിരിച്ചറിയുന്നവരായി മാറുമ്പോഴാണ്. ഏത് സന്ദർഭത്തിലാണ് ഈശോ ഇത് പറയുന്നതെന്ന് പറഞ്ഞു? യോഹന്നാൻ സുവിശേഷത്തിൽ അപ്പം വർദ്ധിപ്പിച്ച ആളുകൾക്ക് കൊടുത്തിട്ടാണ് അത് പറയുക. വിശപ്പ് അടക്കിയിട്ടാണ് പറയുക. അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അവിടെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട്, യേശു ഭക്ഷിക്കുന്ന കാര്യം പറയുന്നില്ല. ഇതെല്ലാവർക്കുമായിട്ട് വിളമ്പി. ശിഷ്യന്മാർ 12 കൊട്ട നിറയെ ചുമക്കുന്നുമുണ്ട്. അവർ 12 കൊട്ട നിറയെ അപ്പം ശേഖരിക്കുന്നു, ശേഷിച്ചവ. ഇനി എന്താണ് യേശു ഈ അപ്പം വർദ്ധിപ്പിച്ചതിന്റെ പിന്നിലൂടെ പറയുന്നത്? നശ്വരമായ അപ്പത്തിനു വേണ്ടി അല്ല അധ്വാനിക്കേണ്ടത്. ഇത് സാമാന്യതയാണ്. മനുഷ്യന്റെ വിശപ്പ് അവരന്റെ വിശപ്പ് തിരിച്ചറിയാനുള്ളതായിട്ട് എപ്പോൾ മാറുന്നുവോ അപ്പോഴേ പ്രാർത്ഥനയിൽ നാം എത്തിയിട്ടുള്ളൂ. നമ്മുടെ വിശപ്പ് അവരന്റെ വിശപ്പ് കാണാനുള്ള കണ്ണു തുറക്കാൻ ഇടയാക്കണം. മറ്റുള്ള വിശക്കുന്നത് കാണാൻ നമുക്ക് കഴിയണം. നമ്മളെപ്പോഴും നമ്മുടെ മാത്രം ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന് പരിമിതി അതാണ്. സ്വന്തം ജീവിതത്തെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. നമ്മൾ സ്വസ്ഥരായിട്ട് കിടന്നുറങ്ങുന്നു, അല്ലെങ്കിൽ ജീവിതത്തിന് അസ്വസ്ഥതകളിൽപ്പെട്ടുടരുന്നു. നമ്മുടെ കാര്യം മാത്രം ഓർത്തിട്ടാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞിടയ്ക്ക് 18,000 കുഞ്ഞുങ്ങളാണ് ഗസയിൽ മരിച്ചത്. വെറുതെ മരിച്ചതല്ല, ബാലാരിഷ്ടത കൊണ്ട് മരിച്ചതല്ല, ഭക്ഷണം കിട്ടാതെ പോയത് കൊണ്ടല്ല. എന്തുകൊണ്ട് മരിച്ചതാ? മനുഷ്യന്റെ ക്രൂരത കൊണ്ട്, അവരുടെ നേരെ ബോംബ് വർഷിച്ചതുകൊണ്ട്. വിശക്കുന്നവന് ബോംബ് കൊടുക്കുന്ന നീതിരാഹിത്യം ആനുകാലിക ലോകത്തുണ്ട് എന്ന് തിരിച്ചറിയണം. നമ്മൾ കണ്ണടച്ച് സമാധാനമായിട്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ വിശക്കുന്ന എത്രയോ പേരുണ്ട്. നമ്മുടെ വിശപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം മറ്റുള്ളവരുടെ വിശപ്പിനെ കുറിച്ച് ആലോചിക്കാറുണ്ട്. അവർക്ക് ഭക്ഷണം ഉണ്ടാകാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്ന് കരുതുന്നുണ്ടോ? നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത് നമ്മളെ കുറിച്ചാണ്. പ്രാർത്ഥനയിൽ പല വിചാരം ഉണ്ടാകുന്നു എന്നാണ് ആളുകൾ പറയുക. പല വിചാരം എവിടെ നിന്ന് വരുന്നതാ? പല വിചാരം ഈ ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ്. അപ്പൊ അതിനെങ്ങനെ ജയിക്കാമെന്ന് പറയാൻ വേണ്ടിയാണ് കേട്ടോ ഇന്ന് വന്നത്. അതിനെങ്ങനെ ജയിക്കാം? പ്രാർത്ഥനയുടെ യഥാർത്ഥ ലക്ഷ്യം സമാധാനമാണെന്നറിയണം. ദൈവത്തിൽ സമാധാനം കണ്ടെത്തലാണ്. അങ്ങനെ സമാധാനം കണ്ടെത്താൻ, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന ഭാവത്തിലേക്ക് എത്തിച്ചേരാൻ എന്ത് ചെയ്യാൻ പറ്റും പ്രായോഗികമായി? ഒന്ന്, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു കാര്യം ഞാൻ പറയാം. അത് നമ്മുടെ ഈ വരുന്ന സമ്മർദ്ദങ്ങളെ തള്ളി മാറ്റാതെ ആ സമ്മർദ്ദങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഞാനിങ്ങനെ സമ്മർദ്ദപ്പെടുന്നു ദൈവമേ, ഇതൊക്കെയാണ് സമ്മർദ്ദങ്ങൾ. ഒരു സമ്മർദ്ദം വന്നു, ഒരു ആവശ്യത്തിനെ കുറിച്ച് ഓർമ്മ വന്നു, അത് ദൈവത്തിലേക്ക് സമർപ്പിച്ചു. ഒരു ജീവിത ദുഃഖത്തെക്കുറിച്ച് ഓർമ്മ വന്നു, അത് ദൈവത്തിലേക്ക് സമർപ്പിച്ചു. പ്രതികൂലത മുമ്പിലേക്ക് ഉയർന്നു വന്നു, മനസ്സ് വിക്ഷോഭമാകുകയാണ്, അത് ദൈവത്തിൽ സമർപ്പിച്ചു. യേശുക്രിസ്തുവിൽ അവയെല്ലാം സമർപ്പിക്കുക വഴി നമുക്കുണ്ടാകുന്ന ഈ വിചാരങ്ങളെല്ലാം യേശുവിലേക്ക് സമർപ്പിച്ച് ദൈവമേ ഞാൻ തന്നെയും എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നിടത്ത് എത്തിച്ചേരാൻ കഴിയുമ്പോൾ നിങ്ങൾ ശാന്തതയിലാകും. ഇതൊരു മാർഗമാണ്. വലിയ അധ്വാനമൊന്നുമില്ലാതെ
ചെയ്യാവുന്ന കാര്യമാണ്. ഓർമ്മ വരുന്ന കാര്യങ്ങളെ, മനസ്സിൽ ഉയർന്നു വരുന്ന കാര്യങ്ങളെ തട്ടിമാറ്റാതെയും അടിച്ചമർത്താതെയും അത് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഈ സമ്മർദ്ദത്തെ ഏൽപ്പിക്കുന്നു. കൈ ഒഴിയണം ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങളെ. അത് ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരുവനാണ് യേശു, നമുക്കെല്ലാം നൽകുന്നവൻ. അവന്റെ കയ്യിലേക്ക് അത് ഏൽപ്പിക്കണം. ഇത് തരണേ തരണേ എന്ന് പറയാൻ വേണ്ടിയല്ല ഏൽപ്പിക്കുന്നത്. ഞാനിത് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എന്റെ ആവശ്യം നീ അറിയുന്നു. ആവശ്യം നാളെ ഇതാണുള്ളത്, അത് നിനക്കറിയാം. നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എനിക്കിതൊന്നും ചുമക്കാൻ വയ്യ, ഞാൻ ഏൽപ്പിക്കുന്നു. ജീവിതത്തിൽ പ്രതികൂലതകളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ഇതിൻ്റെയൊക്കെ ഭാരം എന്നെ സമ്മർദ്ദപ്പെടുത്തുന്നു, ഞാനത് ഏൽപ്പിക്കുന്നു. അങ്ങനെ എന്താണോ ഹൃദയത്തിൽ ഉയർന്നു വരുന്നത്, പ്രാർത്ഥനാ വേളയിൽ ഹൃദയത്തിലേക്ക് കയറി വരുന്ന എല്ലാ ചിന്തകളെയും ഭാവനയെയും അസ്വസ്ഥതയെയും എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുക. സമർപ്പിക്കുക എന്ന് വെച്ചാൽ കൈവിടുക എന്നർത്ഥമുണ്ട്. ഇത് ഞാൻ സമർപ്പിക്കുന്നു, നടത്തി തരണേന്നല്ല. ഇത് ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ കൈവിടുന്നു, ഞാൻ ഉപേക്ഷിക്കുന്നു. നീയാണ് നിയന്താവ്, ഞാനല്ല ഇതൊന്നും ചെയ്യുന്നത്. എന്നെ കൊണ്ടതൊന്നും സാധ്യമല്ല. ഞാൻ വെറുതെ നിസ്സാരനാണ്, ഞാൻ വെറും നിസ്സാരൻ. എനിക്ക് സാധ്യമല്ല, പക്ഷെ നിനക്ക് സാധ്യമാണ്. അതുകൊണ്ട് നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ സ്വസ്ഥനാവുന്നു. കർത്താവ് അവനാണ്. കർത്താവ് എന്നതിനർത്ഥം കർമ്മം ചെയ്യുന്നവനെന്ന് കൂടിയാണ്. ഉടയവൻ എന്നർത്ഥമുണ്ട്. ഉടയവനും നമ്മൾ പ്രവർത്തിക്കുന്നവനുമായ ഒരുവനിലേക്ക് നമ്മുടെ ഈ വിചാരങ്ങളെ സമർപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതൊരു പ്രധാനപ്പെട്ട വഴിയാണ്. ഈ സമർപ്പിച്ച് വീണ്ടും വീണ്ടും പൊങ്ങി വരുന്നവയെ സമർപ്പിച്ച് ഈ സമർപ്പണത്തിലൂടെ, ഈ ഉപേക്ഷയുടെ ശക്തി നമ്മെ ഭരിക്കാൻ തുടങ്ങുമ്പോഴാണ് ശാന്തത ഉണ്ടാകുക. ഒരു മാർഗം അതാണ്. ഇനി പല വിചാരങ്ങളുടെ മനസ്സിങ്ങനെ പാഞ്ഞു പോകും. അങ്ങനെ പാഞ്ഞു പോകുമ്പോൾ നമുക്ക് കുറെ കഴിഞ്ഞിട്ടാണ് ബോധം ഉണ്ടാകുക. ദൈവസന്നിധിയിലിരുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഈശോയെ വിചാരിച്ചു, പരിശുദ്ധാത്മാവിൽ നിറയണമെന്ന് പ്രാർത്ഥിച്ചു, ആത്മാവിലായി, വിശുദ്ധരെ കുറിച്ച് ഓർത്തു. എല്ലാം ഓർത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകുന്നത് വേറൊരു ലോകത്തേക്കാണ്. യേശു എത്ര നല്ലവനെന്നാണ് നമ്മൾ ആലോചിച്ചു തുടങ്ങിയെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ യേശു രക്ഷകനെന്നാണ് ആലോചിച്ചു തുടങ്ങിയെന്നിരിക്കട്ടെ, പിന്നെ നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് ഒരു രക്ഷയുമില്ലാത്ത തരത്തിൽ ജീവിതത്തെ അലട്ടുന്ന പ്രശ്നങ്ങളുടെ നടുവിലാണ്. ആ പ്രശ്നങ്ങളുടെ നടുവിലായി കഴിയുമ്പോൾ ഞെട്ടി നമ്മൾ എഴുന്നേൽക്കുന്നു. എവിടെ എത്തി? പ്രാർത്ഥിക്കാനിരുന്നാണ്, പല വിചാരമോ നമ്മൾ വലിച്ചുകൊണ്ട് പോയി എന്നാണ് ഇപ്പോൾ കരുതുക. ചെകുത്താന്റെ പണിയാണിതെന്ന് എളുപ്പത്തിൽ പറയാൻ പറ്റും. ഇത് ചെകുത്താന്റെ പണിയല്ല, നമ്മുടെ മനസ്സിന്റെ കളിയാണ്. നമ്മുടെ മനസ്സ് ഈ ഭാരങ്ങളെയൊക്കെ ഇങ്ങനെ ഏറ്റെടുത്ത് വെക്കുന്നുണ്ട്. ഈ ഭാരം ഒഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതെല്ലാം തിരികെ നടന്ന് അവനിൽ തന്നെ എത്തണം. എത്ര ദൂരം നമ്മൾ പ്രാർത്ഥനയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ അത്രയും നേരം തിരികെ നടക്കണം, റിവേഴ്സ് ആയിട്ട് നടക്കണം. തിരികെ നടക്കാന്ന് വെച്ചാൽ തിരിഞ്ഞു നടക്കാന്നല്ല, പിന്നിലേക്ക് നടക്കണം. അങ്ങനെ പിന്നിലേക്ക് വന്ന് എവിടെയാണോ എത്തി നിൽക്കുന്നത് അവിടെ നിന്ന്, എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ വീണ്ടും എത്തണം. അങ്ങനെ മനസ്സിനെ നിരന്തരമായി തിരികെ കൊണ്ടുവന്ന് യേശുവിൽ വെക്കാൻ കഴിയുമ്പോഴാണ് ശാന്തത ഉണ്ടാകുക. ഇത് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു, ചെയ്യുമ്പോൾ അത്ര എളുപ്പത്തിലാവണമെന്നില്ല. ആദ്യത്തെ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഇത് നടക്കണമെന്നില്ല. പക്ഷെ ഇത് സാധിക്കും. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ മനസ്സിനെ സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരാനും ക്രിസ്തുവിലാക്കി തീർക്കാനും കഴിയുമെന്ന് കരുതണ്ട. പക്ഷെ നമ്മൾ നിരന്തരമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ശ്രമിക്കുക എന്നല്ല ഞാൻ പറയുന്നത്, ഒരു ശ്രമവും വേണ്ട, ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങോട്ട് പോയ വഴിയിൽ തിരികെ നടക്കുക. അതുകൊണ്ട് വ്യാകുല ചിന്തകൾ, അസ്വസ്ഥതകൾ, സമ്മർദ്ദങ്ങൾ, ജീവിതത്തിന്റെ അലച്ചിലുകൾ, ഇവയൊക്കെ നിരന്തരം ലോകത്തേക്ക് നമ്മെ ഉന്മുഖമാക്കുമ്പോൾ ആ ലോകത്ത് നിന്ന് ഓരോ ചുവട് പുറകിലേക്ക് വെച്ച് ക്രിസ്തുവിലേക്ക് വരിക. സമ്മർദ്ദങ്ങളൊക്കെ കർത്താവിൽ ഏൽപ്പിക്കുക. എനിക്ക് ഈ സമ്മർദ്ദങ്ങളൊന്നും ഏൽക്കാനുള്ള ശക്തിയില്ല, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ക്രിസ്തുവിലേക്ക് തിരികെ വന്ന് ക്രിസ്തുവിൽ സ്വസ്ഥമായിട്ടിരിക്കുക. നിങ്ങൾക്ക് ഒരുപക്ഷെ പെട്ടെന്ന് സാധ്യമായേക്കാം, ഒരുപക്ഷെ വളരെ കാലം എടുത്തേക്കാം. പക്ഷെ ഈ ഒരു വഴിയിലാണ് യാത്രയെങ്കിൽ നിശ്ചയമായിട്ടും അവിടെ എത്തിച്ചേരും. ഹൃദയം സമാധാനത്തിലാകും. ഏതു പ്രക്ഷുബ്ധതയിലും നിങ്ങളുടെ ഹൃദയം സമാധാനത്തിൽ വസിക്കും. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയാവും ആദ്യം. പിന്നീട് ജീവിതത്തിന്റെ ഏത് മേഖലയിലും പ്രവർത്തിക്കുമ്പോഴും, ജീവിത സന്ദർഭങ്ങളുടെ സമയത്തും, ഈ പ്രക്ഷുബ്ധവും പ്രതികൂലവും ഒക്കെ ഉണ്ടാകുന്ന സമയത്തും, ആവശ്യങ്ങൾ നമ്മെ സമ്മർദ്ദപ്പെടുന്ന ഭാരപ്പെട്ട സമയമുണ്ടല്ലോ, ജീവിതത്തിന്റെ സമയം. പ്രാർത്ഥനയും ജീവിതവും രണ്ടായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. ആ ജീവിതത്തിന്റെ സമയത്തിലും ഈ പ്രാർത്ഥന നമുക്ക് അനുഭവമായിട്ട് മാറും. ശാന്തതയോടെ ഇരിക്കാൻ പറ്റും. അപ്പോഴാണ് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ പറ്റുക. അപമാനം ഏൽക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ, സമ്മർദ്ദപ്പെടാതിരിക്കാൻ, തളർന്നു പോകാതിരിക്കാൻ കഴിവുണ്ടാകുക. ഏത് സാഹചര്യത്തെയും, ഏത് ഭീതിജനകമായ സാഹചര്യത്തെയും നേരിടാൻ ഇപ്പോൾ കരുത്തുണ്ടാവും. ഈ കരുത്ത് ക്രിസ്തുവിലാണ്. അത് നിങ്ങളുടെ അകമേ തന്നെയാണ്, പുറമേ നിന്ന് അന്വേഷിക്കേണ്ടതില്ല. അത് നിങ്ങളുടെ അകത്ത് തന്നെയുണ്ട്. നിങ്ങളെ ഭരിക്കുന്നവൻ, നിങ്ങൾ ഉടയവനായവൻ, കർത്താവായവൻ നിങ്ങളുടെ അകത്തുണ്ട്. കാറ്റ് ആഞ്ഞടിക്കുന്ന, തിരമാലകൾ ആഞ്ഞടിക്കുന്ന കടലിനകത്ത് അണിയത്ത് തലയണ വെച്ച് ശാന്തനായി കിടക്കുന്ന ക്രിസ്തു നിങ്ങളുടെ അകത്തുണ്ട്.
ഉണർത്തേണ്ട കാര്യമില്ല. നിങ്ങൾ അവനിലേക്ക് പോവുക, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. അങ്ങനെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ, ക്രിസ്തുവിനെ തിരിച്ചറിയാനും അനുഭവിക്കാനും പ്രാർത്ഥന ഒരു വഴിയായിട്ട് മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന അനുഭവത്തിലേക്ക് എത്താൻ പറ്റുക. അതല്ലാതെ കാര്യങ്ങൾ നേടുമ്പോഴാണ് പ്രാർത്ഥന അനുഭവപ്രദമാകുന്നത് തെറ്റിദ്ധരിക്കേണ്ട. കാര്യങ്ങൾ നേടുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. ഒരുപക്ഷെ താൽക്കാലിക ആശ്വാസമായേക്കാം. നമ്മുടെ ജീവിത പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് സന്തോഷമൊക്കെ നൽകിയേക്കാം. പക്ഷെ സ്ഥായി ഭാവമില്ല. ഒരാവശ്യം നിറവേറി കിട്ടിയാൽ അടുത്തൊരാവശ്യം മുൻപിൽ വരും. ആവശ്യങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടേയിരിക്കും. പ്രശ്നങ്ങൾ വീണ്ടും 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 മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും. ജീവിക്കുന്ന ഓരോ നിമിഷവും ഇത് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ജീവിതത്തിൽ ഉടനീളം ഇങ്ങനെ സമ്മർദ്ദങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മെ വന്ന് വേട്ടയാടുമ്പോൾ നമ്മൾ എപ്പോഴും പടവെട്ടാനായിട്ട് നിൽക്കുന്നവരായിട്ട് മാറുമ്പോൾ ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയില്ല. സ്വസ്ഥത അനുഭവിക്കേണ്ടത് ക്രിസ്തുവിലാണ്. അതുകൊണ്ട് ലോകം എങ്ങനെയാകട്ടെ, ലോകം അപമാനിക്കട്ടെ, ലോകം പ്രതിസന്ധികൾ ഉയർത്തട്ടെ, തിരമാലകൾ ഉയർത്തട്ടെ, ആവശ്യങ്ങൾ സമ്മർദ്ദപ്പെടുത്തട്ടെ, അതിന്റെ നടുവിൽ ശാന്തനായി അതിനെ നോക്കിക്കാണാൻ, ഇതിന്റെയൊക്കെ അർത്ഥം തിരിച്ചറിയാൻ, ഓരോ പ്രതിസന്ധിയുടെയും ഓരോ പ്രയാസങ്ങളുടെയും ആവശ്യങ്ങളുടെ സമ്മർദ്ദങ്ങളുടെയും അർത്ഥം തിരിച്ചറിയാൻ കഴിയും വിധം ഹൃദയം ശക്തമാവുകയും ക്രിസ്തുവിലെല്ലാം നോക്കിക്കാണാൻ കരുത്തുള്ളവരായി നമ്മൾ മാറുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന ജീവിതത്തിൽ ഗുണകരമായ ഒന്നായിട്ട് മാറുക. അങ്ങനെ നീ ഒരു പ്രാർത്ഥനയായി മാറുകയും പ്രവൃത്തിയും ജീവിതവും ഒക്കെ തന്നെ പ്രാർത്ഥനാനുഭവമായി മാറുകയും ചെയ്യും. അപ്പോ നാമും പ്രാർത്ഥനയും രണ്ടല്ല, നമ്മുടെ ജീവിതവും പ്രാർത്ഥനയും രണ്ടല്ല, നാമും ദൈവവും രണ്ടല്ല. ക്രിസ്തു നമ്മിൽ വസിക്കുന്നു, അവനാണ് ജീവിക്കുന്നത് എന്ന അനുഭവത്തിലേക്ക് വരും. അപ്പോ നാം ദൈവത്തെ യഥാർത്ഥത്തിൽ അനുഭവിക്കും. ആ ദൈവാനുഭവമാണ് നമുക്ക് പ്രാർത്ഥന വഴി ലഭിക്കേണ്ടത് എന്ന കാര്യം തിരിച്ചറിയണം. നിങ്ങൾ നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ആവശ്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നും ഇല്ലെന്ന് പറയുന്നില്ല. കഷ്ടതയും ഞെരുക്കവും രോഗവും ദുരിതവും ഒക്കെ മുമ്പിലുണ്ട്. അവയൊക്കെ സമ്മർദ്ദപ്പെടുത്തും. ആ സമ്മർദ്ദങ്ങൾക്കകത്ത് ആടികുലയുകയാണെങ്കിൽ ഒരിക്കലും ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയില്ല. ഈ ആവശ്യങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവരും ഈ പ്രതികൂലങ്ങളിലൂടെയാണ്. പണമില്ലാത്തവൻ പണമുണ്ടായാൽ സ്വസ്ഥമാകുമെന്ന് കരുതും. പണമുള്ളവൻ പണമുണ്ടായിട്ടും സ്വസ്ഥതയില്ലാതരയും. ഈ ഭൗമിക വാസകാലം അസ്വസ്ഥജനകമാണ്. നശ്വരമായ ലോകത്ത് അനശ്വരമായ പ്രത്യാശയായ ക്രിസ്തു നമ്മെ ഭരിക്കുമ്പോൾ മാത്രമേ ഈ ലോകത്തിന്റെ മുൻപിൽ ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നവരായി ജീവിക്കാൻ നമുക്ക് പറ്റൂ. നാം ഈ ഭൂമിയിലേക്ക് വന്നത് ക്രിസ്തുവിനെ വെളിപ്പെടുത്താനാണ്. രണ്ട് കള്ളന്മാരുടെ നടുവിൽ കുരിശിൽ കിടക്കുന്ന സമയത്തും എന്റെ ആത്മാവിനെ പിതാവെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ ക്രിസ്തുവിനെ ബലപ്പെടുത്തുന്നതും അവനോട് ക്ഷമിക്കാനും അവന് വേണ്ടി പ്രാർത്ഥിക്കാനും ശക്തി നൽകുന്നതും ഹൃദയത്തിലെ ശാന്തതയാണ്. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുകയും എന്റെ മുഖം വഹിക്കുകയും ചെയ്യും. ക്രിസ്തുവിന്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതാണ്. അത് സ്നേഹമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അങ്ങനെ ലോകത്ത് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നവരായി ജീവിക്കാൻ പ്രാർത്ഥന നമ്മിൽ പ്രവർത്തിക്കും എന്നൊരു കാര്യം ഓർത്തുകൊണ്ട് ക്രിസ്തു സന്നിധിയിൽ സമാധാനത്തോടെ ഇരിക്കാൻ. പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ, ദുരിതങ്ങൾ വരട്ടെ, രോഗങ്ങൾ ഉണ്ടാകട്ടെ, എല്ലാറ്റിൻ്റെയും നടുവിൽ ശാന്തരായിരിക്കാൻ. ഏത് വേദനയുടെ നടുവിലും അപമാനത്തിന്റെ നടുവിലും ക്രിസ്തുവിൽ സമാധാനമുള്ളവരായിരിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബലം പകരട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.